2026 ഇതാന്ന് പറയുമ്പോൾ തീരും. കഴിയുമ്പോഴേക്കും നമുക്ക് ഇതുപോലെ ഒരു കലണ്ടർ ഉണ്ടാക്കിയാലോ? ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ഏപ്രിൽ 27 അതിനിന്ന് ഏപ്രിൽ 27 ഇല്ലല്ലോ. അല്ല, ഇന്ന് ഏപ്രിൽ 27 അല്ല, പക്ഷെ ഞാൻ വീഡിയോ എടുത്ത ഡേറ്റ് അതാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചില പ്രത്യേക സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം എനിക്ക് വീഡിയോസ് ഇടാൻ പറ്റാതായി. അപ്പം ചെറുതായിട്ട് 2 മാസത്തെ ഗ്യാപ്പ് എടുക്കേണ്ടി വരും. ഏപ്രിൽ 27 കഴിഞ്ഞു പോയി. 2026 കഴിയുന്നതിന് മുന്നേ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ വീഡിയോയിൽ കണ്ട പോലെ ഒരു പേപ്പർ എടുക്കുക, അതേപോലെ മെഷർമെന്റ്സ് എടുക്കുക, ഇതേപോലെ മടക്കുക, എന്നിട്ട് ആ ഭാഗം ഒട്ടിച്ചു കൊടുക്കുക. എനിക്ക് കാപ്പർച്ചിൽ കുറച്ച് കൂടുതലാണ്, പക്ഷെ നിങ്ങൾ കാര്യമാക്കണം. ഇനി നമുക്ക് ഡേറ്റ്സ് ഒക്കെ ഇടാൻ വേണ്ടി പോക്കറ്റ്സ് ഉണ്ടാക്കി എടുക്കണം. അതിന് നമുക്ക് 3 പോക്കറ്റ്സ് വേണം. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കളർ ഷീറ്റ് എടുക്കുക, ഇതേപോലെ മെഷർമെന്റ് എടുത്തിട്ട് വെട്ടി കൊടുക്കുക. പിന്നെ ഇപ്പൊ കാണിക്കുന്ന മെഷർമെന്റ് ഉണ്ടല്ലോ, അത് അതേപോലെ തന്നെ വെട്ടുക. അത് വെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു സംഭവം കിട്ടും. അത് നമ്മൾ ബാക്കിലേക്ക് മടക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കണം. നമ്മൾ വൈറ്റ് പേപ്പറിന് മെഷർമെന്റ് എടുത്തതിൽ ചെറിയൊരു തെറ്റുണ്ട്. കാരണം ഞാൻ ഈ ഓറഞ്ച് ഷീറ്റ് എടുത്തതിന്റെ ഷീറ്റ് ഭയങ്കര ചെറുതായി പോയി. സോ നമുക്ക് ആ കുറച്ച് ഭാഗം കട്ട് ചെയ്ത് കളയാം. പിന്നെയുള്ള പണിയൊക്കെ സിമ്പിൾ അല്ലേ. ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന ഡേറ്റ്സും മന്ത്സും ഒക്കെ എഴുതി കൊടുക്കുക. ഇങ്ങനെ കാണുന്ന സമയത്ത് നമുക്കൊരു ക്യൂട്ടായിട്ട് തോന്നില്ല. അപ്പൊ കുറച്ച് ഹാർട്ട്സും ഇതേപോലെ പിക്ചറൊക്കെ വരച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. പിക്ചർ വരയ്ക്കുന്നതിന്റെ കൂടെ തന്നെ 2026 നീട്ടി കൊടുക്കുക. അപ്പൊ അതും സെറ്റായി. ഇനി മൊത്തത്തിൽ അതെല്ലാം കൂടി ഒട്ടിച്ചെടുക്കുമ്പോൾ ഇങ്ങനെ ഒരു ക്യൂട്ട് ലുക്ക്. ഇപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കോ. പിന്നെ കമന്റ് ചെയ്യാൻ മറക്കല്ലേ. ബൈ.